നമസ്കാരം. പെൻഡ ഡെയിലി മാർക്കറ്റ് സമ്മറിയിലേക്ക് സ്വാഗതം. തുടർച്ചയായ 5-ാം ദിവസവും ഇൻഡെക്സുകളെല്ലാം തന്നെ നഷ്ടത്തിൽ അവസാനിച്ചു. നിഫ്റ്റി 0.6% ഡൗണോടുകൂടി 24,890 എന്ന നിലവാരത്തിലാണ് അവസാനിച്ചത്. ബാങ്ക് നിഫ്റ്റി 0.26% ഡൗണോടുകൂടി 54,976 എന്ന ലെവലിലും ക്ലോസ് ചെയ്തു. നിഫ്റ്റി റിയാലിറ്റി, നിഫ്റ്റി IT, ഫിനാൻഷ്യൽ സർവീസുകൾ എന്നിവയാണ് 1%-ലധികം നഷ്ടം രേഖപ്പെടുത്തിയത്. അതോടൊപ്പം തന്നെ മെറ്റൽ ഇൻഡെക്സുകളിൽ അല്പമെങ്കിലും ആശ്വാസകരമായിട്ട് 0.26% നേട്ടത്തിൽ അവസാനിക്കാനായിട്ട് സാധിച്ചു. പ്രധാനമായിട്ടും രൂപയുടെ മൂല്യത്തിലുണ്ടാകുന്ന ഇടിവും അതോടൊപ്പം തന്നെ FISന്റെ ഭാഗത്തുണ്ടാകുന്ന സെല്ലിംഗ് പ്രഷേഴ്സുമാണ് മാർക്കറ്റിൽ ഇപ്പോഴും ഒരു നെഗറ്റീവ് സെൻറ്റിമെൻറ്റ്സ് തന്നെ നിലനിർത്തുന്നത്. ഒപ്പം US ഇന്ത്യ ട്രേഡ് ഡീലുകൾ അൺസർട്ടനായിട്ട് നീങ്ങുന്നത് GDP ഗ്രോത്തിനെ എഫക്റ്റ് ചെയ്യും എന്നുള്ളൊരു കണക്കുകൂട്ടൽ കൂടി മാർക്കറ്റിന് ഉണ്ട്. അതോടൊപ്പം തന്നെ മറ്റ് ഗ്ലോബൽ ഇൻഡെക്സുകളിൽ ഉണ്ടാകുന്ന സെല്ലിംഗ് പ്രഷേഴ്സ് മാർക്കറ്റിനെ ബാധിക്കുന്നുണ്ട്. ഇത്തരം കാര്യത്തിനിടയിൽ തന്നെ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുള്ള അനൗൺസ്മെൻറ്റുകൾ മാർക്കറ്റിന് ഒരു ബൂസ്റ്റ് നൽകുന്നുണ്ട്. ഇന്ന് ഷിപ്പിംഗ് മേഖലയിലെല്ലാം തന്നെ ഒരു ഉണർവുണ്ടായിട്ട് കൊച്ചിൻ ഷിപ്പ്യാർഡ് അടക്കമുള്ള ഷിപ്പിംഗ് കമ്പനികളെല്ലാം തന്നെ ഒരു ഉണർവ് രേഖപ്പെടുത്തി. ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ആ മേഖലയിലേക്കുണ്ടാകുന്ന അനൗൺസ്മെൻറ്റുകളാണ് അതിന് കാരണം. അതോടൊപ്പം തന്നെ ഇന്ന് ഡിഫൻസ് സെക്ടറിലേക്ക്, പ്രത്യേകിച്ച് ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡിന് 62,370 കോടി രൂപയുടെ ഒരു MOU അനൗൺസ് ചെയ്തിട്ടുണ്ട്. അത് മാർക്കറ്റിന് പ്രത്യേകിച്ച് ഡിഫൻസ് സെക്ടറിലൊരു പോസിറ്റീവ് ഇമ്പാക്റ്റ് അടുത്ത ദിവസങ്ങളിൽ ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. നിഫ്റ്റിയെ സംബന്ധിച്ചിട്ട് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സപ്പോർട്ട് ലെവൽസ് ബ്രേക്ക് ചെയ്തിരിക്കുകയാണ്. അതിൻ്റെ ഇമ്പാക്റ്റ് തീർച്ചയായിട്ടും അടുത്ത ദിവസങ്ങളിൽ ഉണ്ടാകാം. ഇനി 25,120 എന്ന ലെവലിന് മുകളിലൊരു ക്ലോസിംഗ് വരുമ്പോഴാണ് മാർക്കറ്റിന് ഒരു പോസിറ്റീവ് ട്രിഗർ ആകുന്നത്. അപ്പോൾ അതിന് താഴെയുള്ള മാർക്കറ്റിൽ സെല്ലിങ്ങിനുള്ള സാധ്യതകളാണ് കൂടുതൽ നിലനിൽക്കുന്നത്. അപ്പോൾ ഈ ലെവലുകളെല്ലാം മാർക്ക് ചെയ്തുകൊണ്ട് അടുത്ത ദിവസങ്ങളിൽ ട്രേഡുകൾ പ്ലാൻ ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്.